ഈയിടെയായിട്ട് കൂടുതലുണ്ടായിട്ടുള്ള സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ ഒരു കാര്യം ബിഞ്ച് ഡ്രിങ്കിങ്, അതായത് വീക്കെൻഡിൽ പോയി ഒരു ഡ്രിങ്കിന് പകരം 2, 4, 5, 6 ഡ്രിങ്കുകളൊക്കെ കഴിക്കുകയും വളരെ കൂടുതലായിട്ട് ഫാറ്റി ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന ഒരു കാരണമാണ്. ഈ ബിഞ്ച് ഡ്രിങ്ക് കഴിക്കുമ്പോൾ രക്തത്തിലെ ബ്ലഡ് ലെവൽ കൂടുകയും അത് ഹാർട്ടിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നോർമൽ റിതം വെൻട്രിക്കുലർ ഫിബ്രിലേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ആ വെൻട്രിക്കുലർ ഫിബ്രിലേഷനായിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ നാട്ടിൽ അയാൾ മരിക്കും എന്ന് ഏകദേശം 100% നമുക്ക് കണക്കാക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ നമ്മുടെ ശരീരത്തിന് കുറേ മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉറക്കം 6, 7, 8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. ബ്രെയിൻ റെസ്റ്റ് ആവശ്യമാണ്. അപ്രകാരം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിസ്റ്റത്തിനും റെസ്റ്റ് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഒരു രാത്രി ഒരു 9 മണി 10 കൂടി ഒരു 2 ആൾക്ക് തിന്നാനുള്ള ഇറച്ചിയും ഫാറ്റും എല്ലാം തിന്നതിന് ശേഷം നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ ഹൃദയത്തിലും ബാക്കി ബ്രെയിനിലേക്കൊക്കെ പോകുന്ന രക്തം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഇൻറ്റസ്റ്റൈനൽ ഡൈജഷന് വേണ്ടി ആ GI സർക്കുലേഷനിലേക്ക് ഇങ്ങനെ ഷണ്ട് ചെയ്യും. അങ്ങനെ ഷണ്ട് ചെയ്യുമ്പോൾ ഒരു ഹാർട്ടിൽ ഒരു റിലേറ്റീവ് ഇസ്കീമിയ ഉണ്ടാകും.